എല്ലാവർക്കും നമസ്കാരം. ഈ വേനൽക്കാലം ജ്ഞാനം എന്ന പരിപാടിയുടെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി നമുക്കായി അവതരിപ്പിക്കുന്നത് കേരള ഹാർട്ട് സ്പീക്കറായ ശ്രീ സ്വാഗതം. നമസ്തേ ഇന്ദു. ഈ പരിപാടിയിൽ പതിവ് പോലെ 2 സെഗ്മെന്റുകളാകുന്നത്. ആദ്യം ഒരു ചോദ്യോത്തര പരിപാടിയും അതിനുശേഷം ഓഫ്ലൈനായി സത്സംഗവും 9 മണി മുതൽ 9:15 വരെ സാർവജനിക. അപ്പൊ ആദ്യം നമുക്ക് സെൻട്രൽ ചെയ്യാൻ ശേഷം പരിപാടി സ്റ്റാർട്ട്. ഓക്കെ, മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. പരസ്പരം കണക്റ്റ് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ അവസ്ഥയിൽ നമുക്കൊരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാകട്ടെ എന്ന പ്രാർത്ഥനയിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ, അപ്പോ ചോദ്യോത്തര പരിപാടിയിലേക്ക് കിടക്കാം. ഈ ആഴ്ച ചോദ്യം നമ്മുടെ ജീവിത ലക്ഷ്യത്തെ കുറിച്ചുള്ളതാണ്. അതായത് എന്താണ് ശരിക്കും നമ്മുടെ ജീവിത ലക്ഷ്യം? അത് അല്ലെങ്കിൽ നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക? ഓർത്ത് തോന്നാം. വെൽ, എന്താണ് ജീവിത ലക്ഷ്യം? ഒരു സാധാരണക്കാരൻ എന്താണ് ജീവിത ലക്ഷ്യം എന്ന് എങ്ങനെ തിരിച്ചറിയും? ഇതാണ് ചോദ്യം. രണ്ടും നല്ല പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് തുടക്കത്തിൽ ജീവിത ലക്ഷ്യം തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഹാർട്ട്ഫുൾനെസ്സിലെ ഒരാൾ മെഡിറ്റേഷൻ വരുന്ന സമയത്ത് അവർ ഉദാത്തമായ ജീവിത ലക്ഷ്യങ്ങൾ വെച്ചിട്ടല്ല വരുന്നത്. നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങൾക്കൊരു പരിഹാരം. അധികം എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ്? കുടുംബത്തിലെ അസ്വസ്ഥതകൾ, രോഗങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇനി ഇതെല്ലാം ചേർന്നുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ. ഇത്തരം സാധാരണ ജീവിതത്തിൽ കാണുന്ന എല്ലാ തരത്തിലുള്ള ദുരിതങ്ങൾക്കും ഈ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ആത്മീയ പരിശീലനം കൊണ്ട് എന്തെങ്കിലും ആശ്വാസം കിട്ടുമോ എന്നുള്ള രീതിയിലാണ് ബഹുഭൂരിപക്ഷം ആളുകളും വരുന്നത്. അപ്പോൾ അതിന് യാതൊരു തെറ്റുമില്ല. കാരണം ബുദ്ധമതം തന്നെ തുടങ്ങിയത് അങ്ങനെയാണ്. നമുക്കറിയാം, സിദ്ധാർത്ഥ രാജകുമാരൻ അദ്ദേഹത്തിൻ്റെ രാജകൊട്ടാരത്തിലെ എല്ലാ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുമ്പോഴാണ് ഒരിക്കൽ നാട് കാണാൻ ഇറങ്ങുന്നത്. അപ്പോഴാണ് അദ്ദേഹം ആദ്യമായിട്ട് കാണുന്നത് വാർദ്ധക്യം, രോഗം, മരണം, ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ. അപ്പോൾ അദ്ദേഹം സാരഥിയോട് ചോദിക്കുക, ഇതെന്താണിത്? ഇതെല്ലാ മനുഷ്യനെയും ബാധിക്കുമോ?
അങ്ങനെ ബാധിക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നല്ല. ഇപ്പോൾ സാരഥി പറഞ്ഞു ഇതെല്ലാവരെയും ബാധിക്കും, എല്ലാ മനുഷ്യരെയും ബാധിക്കും, അങ്ങയെയും ബാധിക്കും, എന്നെയും ബാധിക്കും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും. അപ്പോൾ ഇത് കേട്ട സിദ്ധാർത്ഥ രാജകുമാരന് വിഷാദം ബാധിച്ചു. കാരണം അദ്ദേഹം ഇതൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഇതൊക്കെ ആത്യന്തികമായ സത്യങ്ങളാണ് എന്ന് മനസ്സിലാവുമ്പോൾ എന്താണ് ജീവിത ലക്ഷ്യം എന്ന് അദ്ദേഹത്തിന് അലട്ടാൻ തുടങ്ങി. കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ സിദ്ധാർത്ഥ രാജകുമാരൻ വിഷാദത്തിലായിരുന്നു. നമ്മൾ ഭഗവത്ഗീതയിലെ അർജുന വിഷാദ യോഗം എന്ന് പറയുന്ന പോലെ സിദ്ധാർത്ഥ വിഷാദ യോഗത്തിലായിരുന്നു അദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ വിഷാദം കണ്ട അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശുദ്ധോധന മഹാരാജാവ് വേഗം മന്ത്രിസഭ കൂടി. ഭാവിയിൽ രാജാവാകാൻ പോകുന്ന ആള് അസ്വസ്ഥനാണ് എന്ന് പറയുമ്പോൾ അപ്പം എല്ലാവരും കൂടി നിർദ്ദേശിച്ചത് ഒരു വിവാഹം കഴിപ്പിക്കാമെന്ന്. അങ്ങനെ വിവാഹം കഴിച്ചു. യശോദരെ, ഒരു കുട്ടിയുണ്ടായി രാഹുൽ. പക്ഷെ ഇതൊന്നും സിദ്ധാർത്ഥ രാജകുമാരൻ്റെ വിഷാദത്തിനൊരു പരിഹാരമായില്ലേ. കഥ നമുക്കറിയാം. ഒരു ദിവസം അദ്ദേഹം വീട് വിട്ട് പോവാണ്. അവിടെ ഇവിടെയൊക്കെ അലഞ്ഞു നടന്നു. അത് കഴിഞ്ഞ് ബോധിവൃക്ഷത്തിൻ്റെ അടിയിലിരുന്ന് തപസ് ചെയ്തു 7 വർഷം. 7 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു ഉണർവുണ്ടായി, ബോധോദയം. മുഖത്തൊരു മന്ദഹാസം പരന്നു. ഈ പ്രകാശത്തിൽ ശിഷ്യന്മാരൊക്കെ ഓടിക്കൂടി. അങ്ങനെ അദ്ദേഹം ശ്രീബുദ്ധനായി മാറി. ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രഥമ ശിഷ്യനായിട്ടുള്ള ആനന്ദൻ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിനോട്, അങ്ങ് സിദ്ധാർത്ഥ രാജകുമാരനായിരുന്നപ്പോൾ വാർദ്ധക്യം, രോഗം, മരണം ഇതൊക്കെ കാണുമ്പോൾ അങ്ങ് വാവിട്ട് കരയുമായിരുന്നു. ഇപ്പോഴും അങ്ങയുടെ ചുറ്റും വാർദ്ധക്യവും രോഗവും മരണവും എല്ലാം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങയുടെ മുഖത്തുള്ള മന്ദഹാസം അതൊരിക്കലും മായുന്നില്ല. എന്താണ് അതിന് കാരണം എന്ന് ചോദിക്കും. പ്രസക്തമായ ചോദ്യമല്ലേ. അപ്പോൾ ബുദ്ധൻ പറയും ആനന്ദനോട്, ഒരു കുപ്പി ഗ്ലാസ് കൊണ്ടുവരുമെന്ന്. കുപ്പി ഗ്ലാസ് ഒരു ഭാഗത്ത് നിന്ന് അപ്പുറം കാണുന്ന ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്. അപ്പോൾ ഗ്ലാസ് കൊണ്ടുവന്നു. അതിൽ കുറച്ച് വെള്ളം ഒഴിക്കാൻ പറയും. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തേക്ക് നോക്കാൻ പറയും. ഇപ്പോൾ കാണില്ല, ട്രാൻസ്പാരൻ്റ് ആണുള്ളത്, സുതാര്യമാണ്. അദ്ദേഹം കുറച്ച് മണ്ണ് വാരിയിടും, അതിൽ നല്ലോണം ഇളക്കും. എന്നിട്ട് നോക്കാൻ പറയും. അപ്പോൾ വെള്ളത്തിലേക്ക് നോക്കിയാലും ഒന്നും കാണില്ല, കലങ്ങിയ വെള്ളം കാണുള്ളൂ. ഒരറ്റത്ത് നിന്ന് മറ്റേ ഭാഗത്ത് നോക്കിയാലും മറ്റേ ഭാഗത്തുള്ളത് കാണില്ല. അദ്ദേഹം പറഞ്ഞത് കുറച്ച് നേരം അങ്ങനെ സെറ്റിൽ ചെയ്യാൻ വയ്ക്കുമെന്ന് പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ ചളിയും മണ്ണൊക്കെ അതിൻ്റെ അടിയിൽ സെറ്റിലായി, മേലെ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം. അപ്പോൾ മുകളിൽ നോക്കിയാൽ താഴെ ഈ ചളിയെല്ലാം സെറ്റിൽ ചെയ്തിരിക്കുന്നത് കാണാം. ഗ്ലാസിൻ്റെ ഒരു ഭാഗത്ത് നോക്കിയാൽ മറ്റേ ഭാഗം കാണാം. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, എൻ്റെ മനസ്സ് ഇതുപോലെയായിരുന്നു. മുമ്പ് സിദ്ധാർത്ഥ രാജകുമാരനായിരിക്കുമ്പോൾ കലങ്ങിയ ബോധമായിരുന്നു എൻ്റെ. ഈ കലങ്ങിയ ബോധത്തിലൂടെ, ഈ കലങ്ങിയ വെള്ളം പോലെ ഞാൻ ജീവിതത്തിനെ നിരീക്ഷിച്ചപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് അസ്വസ്ഥതകളും ദുരിതങ്ങളും എല്ലാ ആക്രമങ്ങളും അനീതികളും ലോകത്തിലേക്ക് കാണാൻ പറ്റി. അത് കഴിഞ്ഞ് ധ്യാനത്തിലൂടെ എൻ്റെ ബോധം തെളിഞ്ഞു, അടിയിൽ സെറ്റിലായെല്ലാം. അപ്പോൾ നോക്കുമ്പോൾ അടിയിൽ എന്താണെന്ന് കാണാം. പ്രപഞ്ചത്തെ നോക്കി കാണുമ്പോൾ എല്ലാം ക്രമവും നീതിയും, ഒരു പ്രശ്നങ്ങളുമില്ല. അപ്പോൾ കലങ്ങിയ ബോധത്തിലൂടെ നമ്മൾ നോക്കുമ്പോഴാണ് ഈ ലോകം അസ്വസ്ഥമാണ്, ദുരിതമാണ്, അക്രമമാണ്, അനീതിയാന്ന് തോന്നുന്നത്. ബോധം ധ്യാനം കൊണ്ട് തെളിയുമ്പോൾ എല്ലാം ക്രമമായിട്ടാണ് പോണത്. അപ്പോൾ എൻ്റെ മുഖത്തുള്ള ഈ മന്ദഹാസത്തിനെ മായ്ക്കാൻ ഈ പ്രപഞ്ചത്തിലെ ഒന്നിനും സാധ്യമല്ല എന്ന് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാണ് ബുദ്ധമതത്തിലെ 4 പ്രധാന തത്വങ്ങൾ വരുന്നത്. അങ്ങനെയാണ് ബുദ്ധമതം ഫേമസ് ആയത്. എന്താ 4 തത്വങ്ങൾ? ഒന്ന്, ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നങ്ങൾ, ദുരിതങ്ങളാണ്. ജന്മ, മൃത്യു, ജരാ, വ്യാധി എന്ന് പറയും.
ജന്മം, ജനനം, മരണം, വാർദ്ധക്യം, രോഗങ്ങൾ. ജനനം ഒരു വ്യാധിയായിട്ടാണ് പറയുന്നത്. ജനിച്ചുകൊണ്ടാണല്ലോ മരിക്കേണ്ടി വന്നത്, അതുകൊണ്ടാണ് വാർദ്ധക്യം ബാധിച്ചത്, അതുകൊണ്ടാണ് രോഗങ്ങൾ വരുന്നത്. അപ്പൊ ജീവിതത്തിലെ ദുരിതങ്ങളെ ഈ 4 എണ്ണമായിട്ട് പറഞ്ഞു: ജന്മ, മൃത്യു, ജരാവ്യാധി. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, എന്താണ് ഇതിന് കാരണം എന്ന് അന്വേഷിക്കുകയാണ്. കാരണം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഇഷ്ടാനിഷ്ടങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങളാണ് ഇതിന് കാരണം. അതിനോട് ചേർന്ന് നിൽക്കുന്ന അഹം എന്നുള്ള ഭാവം. അപ്പോൾ കാരണം കണ്ടെത്തി. ഇനി ആലോചിക്കുക, എന്താണ് ഇതിന് പരിഹാരം? പരിഹാരത്തിന് അദ്ദേഹം നിർവാണം എന്ന് പറഞ്ഞു, മോക്ഷപ്രാപ്തി. ഇതെന്നെല്ലാം നമുക്ക് മോക്ഷപ്രാപ്തി നേടാനുള്ള സാധ്യതയുണ്ട്. അത് ബുദ്ധമതത്തിൽ നിർവാണം എന്ന് പറയണു, മഹാവീരനെ കൈവല്യം എന്ന് പറയണു, ഭഗവത്ഗീതയിലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അതിനെ സ്ഥിതപ്രജ്ഞ എന്ന് പറയുന്നു. ഹാർട്ട്ഫുൾനെസ്സിൽ ഹൃദയചക്രത്തിലെ ആദ്യത്തെ 5 ചക്രം കടക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന അവസ്ഥ, ഇതാണ് അതിന് പരിഹാരം എന്ന് പറഞ്ഞു. 4ാമത്തെ സ്റ്റെപ്പ്, എന്താണ് ഇതിന് മാർഗം? ഏത് വഴിക്കാണ് ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടത്? മാർഗം അദ്ദേഹം പറഞ്ഞു, മാർഗം ധ്യാനമാണ്. അപ്പോൾ ഇതാണ് 4 സ്റ്റെപ്പുള്ള ബുദ്ധമത തത്വങ്ങളിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഇനി അവിടെ തന്നെ നമ്മുടെ ജീവിത ലക്ഷ്യത്തിൻ്റെ മാറുന്ന സാഹചര്യങ്ങൾ കാണാൻ സാധിക്കും. ഇനി ഹാർട്ട്ഫുൾനെസ്സിലേക്ക് വന്നാലോ? നമ്മുടെ മാസ്റ്റേഴ്സ് പറയാറുണ്ട്, എല്ലാവരും, ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും സന്തോഷം ആഗ്രഹിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം നമുക്ക് സന്തോഷം വേണമെന്ന്. മനുഷ്യർ മാത്രമല്ല, മറ്റ് ജീവജാലങ്ങൾ. അപ്പം അതൊരു വസ്തുതയാണ്. അപ്പം അവർ പറയുക, സന്തോഷത്തിനെ നമുക്ക് ജീവിത ലക്ഷ്യമാക്കി എടുക്കാം. തുടക്കത്തിൽ അതിന് ബുദ്ധിമുട്ടില്ല, എല്ലാവരും അത് അംഗീകരിക്കും, എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പം സന്തോഷമാണ് ജീവിത ലക്ഷ്യം എന്ന് എടുത്തു എന്ന് വിചാരിക്കാം നമ്മൾ. കാരണം ജീവിതത്തിന് ഒരു മിനിമം സന്തോഷമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇനി ആലോചിക്കുകയാണ്, ഈ സന്തോഷം എന്നുള്ള അവസ്ഥ എങ്ങനെ നമുക്ക് നേടിയെടുക്കാം? സന്തോഷത്തിന് തൊട്ട് മുമ്പുള്ള അവസ്ഥ എന്താണ്? നമുക്ക് പറയാൻ പറ്റുമോ, എനിക്ക് ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും ഉണ്ട്, പക്ഷേ എനിക്ക് സമാധാനം ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സമാധാനം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ തൊട്ട് മുമ്പത്തെ അവസ്ഥയാണ്. മറ്റു പല ആസ്വാദനം അതിൻ്റെയൊക്കെ മുമ്പുള്ള അവസ്ഥയാണ്. അപ്പോൾ സന്തോഷം ഉണ്ടാവണമെങ്കിൽ നമുക്ക് സമാധാനം, പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ശാന്തി വേണം. നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി ശാന്തി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? പിന്നെ നമുക്ക് പുറകോട്ടിലേക്ക് പോകാം. ശാന്തി ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു ഹാർമണി വേണം, പുറത്തും ഹാർമണി വേണം. അതായത് എൻ്റെ ആന്തരിക ഘടകങ്ങൾ തമ്മിൽ സമഞ്ജസമായി പൊരുത്തപ്പെടണം. നമ്മുടെ ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ആത്മാവൊക്കെ ഒരു ഹാർമണി വേണം. എനിക്കും പുറത്തുള്ള വ്യക്തികളും സാഹചര്യങ്ങളും മറ്റ് ജീവജാലങ്ങളും അതുമായിട്ടും നമുക്കൊരു ഹാർമണി വേണം. അപ്പോഴേ നമുക്ക് ശാന്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ ശാന്തിയുടെ തൊട്ട് മുമ്പത്തെ അവസ്ഥയാണ് ഹാർമണി അല്ലെങ്കിൽ ഒരു പൊരുത്തം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ മാറി വരുന്നത്. ഇനി ഹാർമണി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഹാർമണി ഉണ്ടാവണമെങ്കിൽ നമുക്ക് എല്ലാ ഡയറക്ഷനിലും സമഗ്രമായി ചിന്തിക്കാനുള്ള ഒരു മനസ്സ് വേണം. ഹാർട്ട്ഫുൾനെസ്സിൽ അതിനെ കോണ്ടംപ്ലേറ്റീവ് മൈൻഡ് എന്ന് പറയും. 360 ഡിഗ്രിയിലും ചിന്തിക്കാനുള്ള ഒരു കഴിവ് ആണ് കോണ്ടംപ്ലേറ്റീവ് മൈൻഡ് എന്ന് പറയുന്നത്, സമഗ്രമായ ചിന്ത. ഇപ്പോൾ ഹാർമണിക്ക് മുമ്പുള്ള അവസ്ഥ സമഗ്രമായ ചിന്തയാണ്. സമഗ്രമായ ചിന്തയ്ക്ക് എന്ത് വേണം? ക്രമീകരിക്കപ്പെട്ടൊരു മനസ്സ് വേണം. നമുക്ക് ചിന്തകളുടെ പ്രവാഹമാകുമ്പോൾ സാധ്യമല്ല അത്. അപ്പോൾ ക്രമീകരിക്കപ്പെട്ട മനസ്സിന് എന്താ വേണ്ടത്? മനസ്സിന് ശ്രദ്ധാകേന്ദ്രീകരണം അല്ലെങ്കിൽ ഫോക്കസ് വേണം.
ഫോക്കസ്ഡ് മൈൻഡ് ആയിരിക്കണം. അപ്പോൾ കേന്ദ്രീകൃതമായ മനസ്സിന് എന്ത് വേണം നമുക്ക്? അതിന് ഒരേ ഒരു വഴിയുള്ളൂ, മെഡിറ്റേഷൻ. അപ്പോൾ ഇത് കണക്ട് ചെയ്താൽ ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ, ഫോക്കസ് ഉള്ള മൈൻഡ്, ക്രമീകരിക്കപ്പെട്ട മൈൻഡ്, സമഗ്രമായ ചിന്ത, പിന്നെ ഹാർമണി, പിന്നെ പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ശാന്തി, സന്തോഷം. അപ്പോൾ നമുക്ക് പടിപടിയായിട്ട് നമ്മുടെ മെഡിറ്റേഷൻ നമ്മളെ സന്തോഷത്തിലേക്ക് നയിക്കുന്നു എന്ന് കണ്ടു. അപ്പോൾ സന്തോഷം ലക്ഷ്യമാക്കിയെടുത്താൽ നമ്മൾ അടുത്ത സ്റ്റേജായിട്ട് മെഡിറ്റേഷനിലേക്ക് വരാൻ തുടങ്ങി. ഇനി ഹാർട്ട്ഫുൾനെസ്സിൽ പ്രാണാഹുതി അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ധ്യാനിക്കുന്നു. അങ്ങനെ ധ്യാനിക്കുന്ന സമയത്ത് നമ്മൾ ഹൃദയത്തിൻ്റെ ആദ്യത്തെ ചക്രത്തിലാണ് ധ്യാനിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചക്രത്തിന് മുകളിൽ ഒരു പകുതിയുണ്ട്, താഴെ ഒരു പകുതിയുണ്ട്. അപ്പം നമ്മുടെ ബോധം ഹൃദയത്തിലെ ആദ്യത്തെ ചക്രത്തിൻ്റെ താഴെയുള്ള പകുതിയിലാണെങ്കിൽ നമുക്ക് എന്താ അനുഭവപ്പെടുക? നമ്മുടെ ഉള്ളിൽ ദിവ്യ ചൈതന്യമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഈശ്വരൻ്റെ സാന്നിധ്യമുണ്ട്. അതിൻ്റെ ഫലമായിട്ടുള്ള ശാന്തിയും സമാധിയും നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ നമുക്ക് മനസ്സിലാവും എൻ്റെ ഹൃദയത്തിൽ ഈശ്വരനുണ്ട് അല്ലെങ്കിൽ ദിവ്യ സാന്നിധ്യമുണ്ട്. അത് നമുക്കൊരു അനുഭൂതിയാവും. ഇനി നമ്മുടെ ബോധം ഹൃദയത്തിലെ ആദ്യത്തെ ചക്രത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള പകുതിയിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്താ അനുഭവപ്പെടുക? അപ്പോൾ നമുക്ക് ഈശ്വരൻ സർവ്വവ്യാപിയാണ്, എല്ലാ ചരാചരങ്ങളിലും ഈശ്വരനുണ്ട്, ദിവ്യ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാവും. നമുക്ക് മനസ്സിലാവുക എന്ന് പറഞ്ഞാൽ അനുഭവവേദ്യമാകും. അപ്പോൾ ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട്, സർവ്വവ്യാപിയാണ്, പ്രപഞ്ചം മുഴുവനുണ്ട്. എൻ്റെ ഹൃദയത്തിൽ ഉണ്ട്, അതും എനിക്ക് അനുഭവവേദ്യമാണ്. ഇത് രണ്ടും നമുക്ക് അനുഭവവേദ്യമാകുമ്പോൾ നമുക്ക് തോന്നുന്നു എൻ്റെ ഉള്ളിൽ കാണുന്നതാണ് കൂടുതൽ എനിക്ക് സൗകര്യവും ഹിതകരവുമായിട്ടുള്ള സംഗതി. കാരണം എന്താ? ഈ അന്തര്യാമിൻ അല്ലെങ്കിൽ ദിവ്യസത്ത എൻ്റെ ഉള്ളിലാണ്, പുറത്തല്ല. ജീവിതകാലം മുഴുവൻ ഞാനതിനെ പുറത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ കൂടെ വരുന്നു, ജീവിതത്തിലുടനീളം എൻ്റെ കൂടെ ഉണ്ട്. എപ്പോൾ അത് എന്നെ വിട്ടുപോകാൻ തീരുമാനിക്കുന്നു, അപ്പോൾ എൻ്റെ ശരീരം ഡ്രോപ്പാവും, ഞാൻ ഡെഡ് ബോഡിയാവും. അപ്പോൾ ഈ ദിവ്യസത്ത അല്ലെങ്കിൽ അന്തര്യാമിൻ അല്ലെങ്കിൽ ലൈഫ് ഫോഴ്സുമായിട്ടാണ് ഞാൻ താതാത്മ്യം പ്രാപിക്കേണ്ടത് എന്ന് എനിക്ക് അനുഭവത്തിലൂടെ ബോധ്യമാവും. അപ്പോൾ വീണ്ടും നമ്മുടെ ജീവിത ലക്ഷ്യം പരിവർത്തനപ്പെടുന്നു നമുക്ക് കാണാൻ സാധിക്കും. നീ നോക്കൂ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ സാധാരണ അമ്മമാർ 3 മാസം കഴിയുമ്പോൾ, ഏകദേശം 90 ദിവസത്തിൻ്റെ അടുത്തെത്തുമ്പോഴാണ് ഈ ആത്മാവ് അമ്മയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. അതുവരെ അമ്മയുടെ ചുറ്റും കറങ്ങിക്കൊണ്ട് ഈ ഭ്രൂണത്തിൻ്റെ വളർച്ചയെ അത് നിയന്ത്രിക്കുകയാണ്. ഇനി ആത്മാവ് ശരീരത്തിൽ പ്രവേശിച്ചാൽ എങ്ങനെ അറിയാം നമ്മൾ? ഉടനെ തന്നെ ഈ അമ്മയുടെ മുഖത്ത് ഒരു പ്രകാശം പരക്കും, ഒന്ന് ചാർജ് ചെയ്ത മാതിരി ഉണ്ടാവും. ശരീരത്തിൽ മുഴുവൻ ആ ചാർജ് കാണാൻ പറ്റും നമുക്ക്, ഒരു തിളക്കം. നമ്മൾ ഗർഭിണികളായിട്ടുള്ള അമ്മമാരെ ശ്രദ്ധിച്ചാൽ അറിയാം, അവരുടെ സൗന്ദര്യം ഇങ്ങനെ കൂടി വരും ഈ 3 മാസം കഴിയുന്നതിനോടുകൂടി. പ്രസവിക്കുന്നവരെയും പ്രസവിച്ചതിന് ശേഷം കുറച്ച് നാളും ആ സൗന്ദര്യം, തിളക്കും, ആകർഷണവും അങ്ങനെ നിൽക്കും. എന്താ അതിന് കാരണം? അതിലൊരു ആത്മാവ് പ്രവേശിച്ചപ്പോൾ ആ ആത്മാവ് ഈ അമ്മയെ അനുഗ്രഹിക്കുകയാണ്, കൂടുതൽ തേജസ്സോട് കൂടിയിട്ട്. അവരുടെ ആരോഗ്യം മെച്ചപ്പെടും, പ്രതിരോധ ശക്തി കൂടും, എല്ലാം വർദ്ധിക്കുന്നതായിട്ട് കാണാം സ്വാഭാവികമായിട്ട്. ഇതെന്താ കാണിക്കുന്നത്? നമ്മുടെ അന്തര്യാമിൻ നമ്മുടെ ഉള്ളിലാണെന്നുള്ളതല്ലേ. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തെ ഈ അവസ്ഥയിൽ നിരീക്ഷിക്കാൻ നിൽക്കുക. ഓരോ സാഹചര്യത്തിലും നമ്മൾ ജീവിതത്തിൻ്റെ മറ്റനുഭവങ്ങളിലൂടെ കടന്നു പോവുകയല്ലേ.
ജീവിതത്തെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുക? എൻ്റെ വിധി നിർണ്ണയിക്കുന്നത് എന്താണ്? എൻ്റെ ചിന്തകൾ, എൻ്റെ പ്രവൃത്തികൾ, അതിൻ്റെ ഫലം, ഞാൻ ജനിച്ച സാഹചര്യം, എൻ്റെ മാതാപിതാക്കൾക്ക് അതിൽ സ്വാധീനമുണ്ട്, എൻ്റെ മതം, എൻ്റെ സമൂഹം, എല്ലാം എൻ്റെ വിധി നിർണ്ണയിക്കുമെന്ന് നമുക്ക് മനസ്സിലാവും. എൻ്റെ മുൻകാല ചിന്തകളുടെയും പ്രവൃത്തികളുടെയും ഫലമാണ് എൻ്റെ വർത്തമാനകാലം സൃഷ്ടിച്ചെടുത്തത്. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്ത് ചിന്തിക്കണു, പ്രവർത്തിക്കണു എന്നുള്ളതാണ് എൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതുവരെയുള്ള വിധി എന്തെങ്കിലും ആവട്ടെ. നമ്മുടെ ജീവിതം അല്പം കൂടി മെച്ചപ്പെടുത്താം. എങ്ങനെ? തുടക്കം തന്നെ ചിന്ത കറക്റ്റ് ചെയ്യലാണ്, റൈറ്റ് തിങ്കിങ്. അപ്പോഴോ ഹൃദയത്തിന് ശരിയായ രീതിയിലുള്ള ഫീലിംഗ്, റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് വരും. അപ്പോൾ റൈറ്റ് തിങ്കിങ്ങും കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോഴാണ് ജീവിതത്തിനോട് സത്യസന്ധമായ സമീപനം നമുക്കുണ്ടാവുക. അപ്പോൾ ശരിയായ ചിന്ത, ശരിയായ ഫീലിംഗ്, ജീവിതത്തിനോട് സത്യസന്ധമായ സമീപനം കൊണ്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം വീണ്ടും വീണ്ടും മോഡിഫൈഡ് ആവുന്നത് അല്ലെങ്കിൽ പുനർനിർമ്മിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? അപ്പോൾ വീണ്ടും നമ്മുടെ ജീവിത ലക്ഷ്യത്തിൽ പരിവർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരേ ആധ്യാത്മിക സാധനയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിലും അപ്പോഴാണ് നമ്മൾ ആലോചിക്കുക, എന്തുദ്ദേശത്തിലാണ് ഈ ആത്മാവ് ശരീരത്തിൽ പ്രവേശിച്ചത്? ഇതെല്ലാം ചിന്തിക്കുമ്പോഴേക്കും നമുക്ക് അനുഭവവേദ്യമാകാൻ തുടങ്ങും. എന്താണ് അതിൻ്റെ ഉദ്ദേശം? അതിന് ഒരേ ഒരു ഉദ്ദേശമുള്ളൂ, അതിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മുദ്രകളെ അല്ലെങ്കിൽ സംസ്കാരങ്ങളെ അല്ലെങ്കിൽ കർമ്മഫലങ്ങളെ നീക്കം ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ പരിശുദ്ധി ആർജിക്കേണ്ടതുണ്ട്. കൂടുതൽ വീര്യം ഉൾക്കൊണ്ട് കൂടുതൽ പരിശുദ്ധി ആർജിച്ച് ഉറവിടത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ട് എന്ന് നമുക്ക് അനുഭവവേദ്യമാകും. ഇതൊരു സിദ്ധാന്തമായിട്ടല്ല, സാധനയുടെ ഒരു സ്റ്റേജിൽ നമുക്ക് അനുഭവവേദ്യമാകും. അപ്പോൾ കർമ്മഫലം, സംസ്കാരം, മുദ്രകളിൽ നിന്ന് ഫ്രീ ആവലും, അത് പരിശുദ്ധി, പ്യൂരിറ്റി. കൂടുതൽ പൊട്ടൻസി അല്ലെങ്കിൽ വീര്യത്തോടു കൂടി ഉറവിടത്തിൽ തിരിച്ചു പ്രവേശിക്കുക. ഇനി അങ്ങനെയല്ല എന്ന് വിചാരിക്കുക, നമ്മൾ വന്ന പരിശുദ്ധിയും വീര്യത്തോടു കൂടി തന്നെ തിരിച്ചും നമുക്ക് ഉറവിടത്തിലേക്ക് മടങ്ങാൻ സാധിക്കുമെങ്കിൽ സൃഷ്ടിക്ക് ഒരു അർത്ഥമില്ലാണ്ട് സൃഷ്ടി ഒരു തമാശയായി മാറും, അല്ലേ? സൃഷ്ടിക്കപ്പെട്ടു, അതേ ഇതിൽ മടങ്ങി വരുന്നു. ഇതെങ്ങനെ നമുക്ക് അനുഭവവേദ്യമാവുക? നമ്മുടെ ജീവിതത്തിനെ നിരീക്ഷിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ഒരു അച്ഛൻ മകൻ പ്രായപൂർത്തിയാവുമ്പോൾ മകനോട് പറയണം, എന്നാ ഒരു 10 ലക്ഷം രൂപ മോനെ, നീ ഇത് കൊണ്ടുപോയി ബിസിനസ് ചെയ്ത് വർദ്ധിപ്പിക്കേ എന്നൊരു അനുഗ്രഹം കൊടുത്ത് വിട്ടു നീയ. മകൻ ഒരു 10 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നു. ഒരു അച്ഛനോട് പറഞ്ഞു, അച്ഛൻ തന്ന 10 ലക്ഷം രൂപ ഇതാ. അപ്പം നീ ഒന്നും ചെയ്തില്ലേ? ഇതുകൊണ്ട് വെച്ചാൽ അത് ഞാൻ സൂക്ഷിച്ചു വെച്ചു, ഇത് അച്ഛൻ തിരിച്ചെടുത്തോളൂ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അവസ്ഥ എന്താവും? അച്ഛൻ കരയും മകനെ കുറിച്ച് ആലോചിച്ച്. മോനെ, നീ എന്തുകൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്തില്ല, എന്തെങ്കിലും ചെയ്തിട്ട്? അതിനല്ലേ ഞാൻ നിനക്ക് തന്നത് എന്ന് പറയില്ലേ? നീ നേരെ മറിച്ച് വേറെ സാഹചര്യം നിൽക്കുക. മകനത് ബിസിനസ്സൊക്കെ ചെയ്ത് കോടിക്കണക്കിന് രൂപയായി വർദ്ധിപ്പിച്ചു. എന്നിട്ട് 10 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അച്ഛനോട് പറയാം, അച്ഛാ അത് 1 കോടി രൂപ, അച്ഛൻ എനിക്ക് 10 ലക്ഷം രൂപയല്ല തന്നത്, ഇപ്പം എൻ്റെ അടുത്ത് കോടിക്കണക്കിന് രൂപയുണ്ട്, ഇത് മുഴുവൻ അച്ഛൻ അവകാശപ്പെട്ടതാണ്, ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അച്ഛൻ്റെ അവസ്ഥ? അച്ഛൻ്റെ ഉള്ളിലൊരു അഭിമാനം തോന്നും, ശരിയല്ലേ? അപ്പം നമ്മുടെ ഭൗതിക ജീവിതത്തിലുള്ള പിതാവിന് ഇതാണ് മനോഭാവമെങ്കിൽ നമ്മുടെ പരംപിതാവായ ഈശ്വരൻ്റെ മനോഭാവം എന്തായിരിക്കും? ഇത് തന്നെയാവില്ലേ? അതുകൊണ്ടാണ് വർദ്ധിച്ച പരിശുദ്ധിയോടും വീര്യത്തോടും കൂടി മാത്രമേ ആത്മാവിനെ ഉറവിടത്തിൽ പ്രവേശിക്കാൻ സാധിക്കൂ. ഇപ്പോൾ എക്സ് പൊട്ടൻസിയോട് കൂടിയാണ് അത് വരുന്നതെങ്കിൽ അതിൻ്റെ പൊട്ടൻസി 100x 1000x ആയി മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധി. അപ്പോൾ ഇത് നമുക്ക് അനുഭവവേദ്യമാകുന്ന സമയത്ത് വീണ്ടും നമ്മുടെ ലക്ഷ്യബോധത്തിലെ ഒരു പരിവർത്തനം സംഭവിക്കും. പക്ഷേ ഒരേ സാധനാ പദ്ധതി തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സംപ്രേഷണത്തോടു കൂടിയിട്ടുള്ള ധ്യാനം, ശുദ്ധീകരണം, പ്രാർത്ഥന.
അപ്പോൾ ആ സമയത്ത് നമുക്ക് തോന്നും, നമുക്ക് പല പല സ്റ്റേജസ് കൂടെ നമ്മൾ കടന്നു പോകുന്നു. ഇനി ഈ പരിശുദ്ധിയും അതുപോലെ തന്നെ വീര്യവും കൂട്ടാനായിട്ട് എന്താണ് വഴി? അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, നമ്മുടെ സൂക്ഷ്മ ശരീരങ്ങളുടെ വികാസത്തിലാണ് ഇത് സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് സൂക്ഷ്മ ശരീരങ്ങൾ? മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ബോധം. അപ്പോൾ മനസ്സ് വികസിക്കണം എങ്ങനെ? ഫീലിംഗ് ആയിട്ട്. ബുദ്ധി വിവേകമായിട്ട് മാറും. അഹങ്കാരം വിനയവും സ്നേഹവുമായിട്ട് പരിവർത്തനപ്പെടണം. ബോധം ദിവ്യബോധമാകും. ആ സന്ദർഭത്തിൽ നമ്മുടെ സൂക്ഷ്മ ശരീരങ്ങളെല്ലാം വികസിക്കുമ്പോൾ നമ്മുടെ ബോധം അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിന് വികാസം സംഭവിക്കുന്നു. ഈ ബോധത്തിൻ്റെ വികാസമാണ് നമ്മുടെ പരിശുദ്ധിക്കും ആത്മാവിൻ്റെ വീര്യത്തിനും നിദാനമാവുന്നത് എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മുടെ ലക്ഷ്യബോധത്തിന് ഒരു പരിവർത്തനം സംഭവിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷെ എന്താണ് നമ്മുടെ പ്രശ്നം? ഈ അന്തര്യാമിൻ അല്ലെങ്കിൽ ദിവ്യസത്ത അല്ലെങ്കിൽ ആത്മാവുമായി താതാത്മ്യം പ്രാപിക്കുന്നതിന് പകരം താരതമ്യേന ഘനീഭാവമുള്ള നമ്മുടെ ശരീരം, നമ്മുടെ വീട്, നമ്മുടെ വിലപിടിപ്പുള്ള കാറ്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ, അല്ലെങ്കിൽ ഭാര്യ, അതും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വളർത്തുമൃഗങ്ങൾ, നമ്മുടെ വിലപിടിപ്പുള്ള പട്ടിക്കുട്ടികൾ, ഇവയുമായിക്കോ നമ്മൾ താതാത്മ്യം പ്രാപിക്കും. അപ്പോൾ നമുക്കറിയാം, ചിലർ അങ്ങനെയാണ്, വീട്ടിലുള്ള വളർത്തു മൃഗങ്ങളായിട്ട് താതാത്മ്യം പ്രാപിക്കും. പുരാണ കഥകളൊക്കെ നമുക്ക് അറിയാമെങ്കിലും, അതായത് ഒരു മാനിനെ ആയിട്ട് താതാത്മ്യം പ്രാപിച്ച് രാജാവായിട്ടുള്ള ജഡഭരതൻ മാനായിട്ട് പുനർജനിക്കുന്ന കഥകളൊക്കെ ഭാഗവതത്തിലുണ്ട്. പക്ഷെ എങ്കിലും വളർത്തുമൃഗങ്ങളായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിക്കില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സാധാരണ ഉള്ളതാണ്. ചിലപ്പോൾ സൂക്ഷ്മമായിട്ടുള്ള നമ്മുടെ ശരീരമായിട്ട്, മനസ്സായിട്ട്, ബുദ്ധിയായിട്ട്, അഹങ്കാരമായിട്ടൊക്കെ നമ്മൾ താതാത്മ്യം പ്രാപിക്കും. അപ്പോൾ അല്ലെങ്കിൽ നമ്മളെ ജോലി, ഞാനൊരു പ്രൊഫസറാണ്, ഞാനൊരു ഡോക്ടറാണ്, അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരെ നമുക്ക് അറിയാം എന്നുള്ളതിനായിട്ട് താതാത്മ്യം. എനിക്ക് പ്രസിഡന്റിനെ നേരിട്ട് അറിയാം, അല്ലെങ്കിൽ പ്രധാനമന്ത്രി അറിയാം, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ PA എൻ്റെ അടുത്ത സുഹൃത്താണ്, ഗവർണറുടെ PA എൻ്റെ ഫ്രണ്ടാണ്. ഇതൊക്കെ താതാത്മ്യമാണ്. വാസ്തവത്തിൽ എൻ്റെ ശരീരം പോലും എൻ്റേതല്ല എന്നതാണ് വസ്തുത. കാരണം എന്താ? ആത്മാവ് എപ്പോൾ ഈ ശരീരം വിട്ടുപോകാൻ പ്ലാൻ ചെയ്യുന്നു, അതോടെ എൻ്റെ ശരീരം ഡ്രോപ്പ് ചെയ്യും, ഞാൻ ഡെഡ് ബോഡിയാവും. എൻ്റെ ചിന്തകൾ എൻ്റേതല്ല. ചക്രവാളത്തിലെ മേഘങ്ങൾ പോലെ ഇന്നലെ ഉണ്ടായിരുന്ന ചിന്തയല്ല ഇന്ന് എൻ്റെ മനസ്സിലുള്ളത്. എൻ്റെ ചിന്തകൾ തന്നെയല്ല, എൻ്റേതല്ല. അപ്പം അതുമായിട്ടും എനിക്ക് താതാത്മ്യം പ്രാപിക്കാൻ പറ്റില്ല. ഞാൻ മുമ്പ് എപ്പോഴും ഒരു ചിന്ത വന്നു, അതൊരു പ്രതിജ്ഞയാക്കി, അതിൽ നിന്ന് ഞാൻ മാറില്ല എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥിതി? ഇപ്പോൾ നമ്മളെ ഈ താതാത്മ്യങ്ങളൊക്കെ എന്താ സംഭവിക്കുന്നത്? നമ്മളെ പരിമിതപ്പെടുത്തുന്നു. അപ്പോൾ നമ്മുടെ അന്തര്യാമിൻ അല്ലെങ്കിൽ ആ ദിവ്യത്വം ഒഴിച്ച് എന്തുമായിട്ടും നമ്മൾ താതാത്മ്യം പ്രാപിക്കുമ്പോൾ നമുക്ക് പരിമിതി ഉണ്ടാവും. നമ്മുടെ നിലനിൽപ്പ് അപകടത്തിലാവും. എന്താ കാരണം? ഒരു പൊള്ളയായ നിലനിൽപ്പായിരിക്കും നമ്മളപ്പോൾ കൊണ്ട് നടക്കുന്നത്. ശരിക്കും ആത്മഹത്യാപരമാണ് ഈ താതാത്മ്യം പ്രാപിക്കലെന്ന്. അതുകൊണ്ടാണ് ബാപ്പുജി മഹാരാജ് പറഞ്ഞു, നിങ്ങൾ ആരാണ്, പലപ്പോഴും നിങ്ങൾ ആരാണെന്നുള്ളതിലാണ് പല ആധ്യാത്മിക തത്വങ്ങളും തുടങ്ങുക. പക്ഷെ അദ്ദേഹം പറഞ്ഞു അതിൽ വലിയ വിശേഷമില്ല. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം, ഇപ്പോഴത്തെ നിങ്ങളുടെ ബോധത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഫൊർഗറ്റ് യുവർ സെൽഫ് ആൻഡ് റിമെമ്പർ യുവർ മാസ്റ്റർ എന്ന് പറഞ്ഞത്. സ്വയം മറക്കുക, ഈശ്വരനെ സ്മരിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ ഈശ്വരിലേക്ക് നയിക്കുന്ന ഗുരുവിനെ സ്മരിക്കുക. അദ്ദേഹത്തിന് ഹൃദയവുമായിട്ട് കണക്ട് ചെയ്ത് അദ്ദേഹത്തിനെ ജീവിതത്തിൻ്റെ സാക്ഷിയാക്കി നിങ്ങളുടെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കുക. അതാണ് ആത്യന്തികമായ ലക്ഷ്യത്തിലേക്കുള്ള വഴി എന്ന് ബാപ്പുജി മഹാരാജ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താണ് വാസ്തവത്തിൽ നമ്മൾ സംഭവിക്കുന്നത്? നമ്മുടെ ഗുരു ഒരു യഥാർത്ഥ കഴിവുറ്റ ഗുരുവാണെങ്കിൽ, നമ്മൾ തിരഞ്ഞെടുത്ത ആധ്യാത്മിക സാധനാ പദ്ധതി യഥാർത്ഥമാണെങ്കിൽ,
നമ്മുടെ ആത്മാവ് കൂടുതൽ കൂടുതൽ ശാന്തിയും സമാധാനവും തന്നുകൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ആത്മാവിനൊരു സാഫല്യം അനുഭവിക്കും ഓരോ സ്റ്റേജിലും സാധനയുടെ. നമ്മൾ തിരഞ്ഞെടുത്ത മാർഗം തെറ്റാണെങ്കിൽ, നമ്മുടെ ഗുരു യഥാർത്ഥ ഗുരു അല്ലെങ്കിൽ ആത്മാവ് അസ്വസ്ഥമാകും. ഈ ആത്മാവിൻ്റെ അസ്വസ്ഥത നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ബോധത്തെയും എല്ലാം ബാധിക്കും. അപ്പോൾ ലക്ഷ്യബോധമില്ലാത്തൊരു ജീവിതമായിരിക്കും നമ്മൾ നയിക്കുന്നത്. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ നമ്മൾ സന്തോഷം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തുടങ്ങി. പിന്നീട് നമ്മുടെ ദിവ്യത്വത്തിനെ കുറിച്ചുള്ള ഒരു അനുഭവം നമുക്കുണ്ടായി. ആത്മാവ് എന്തുദ്ദേശത്തിൽ ശരീരത്തിൽ വരുന്നു എന്നുള്ളത് നമുക്ക് അനുഭവവേദ്യമായി. ബോധത്തിൻ്റെ വികാസമാണ് അതിലേക്ക് നയിക്കുന്നത് നമുക്ക് ബോധ്യമായി. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൽ പറയുന്ന ലക്ഷ്യമായിട്ടുള്ള മോക്ഷപ്രാപ്തി, സാക്ഷാത്കാരം, ലയം, അങ്ങനെ ഉദാത്തമായ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങുന്നതായിട്ട് ഒരു സാക്ഷിയായിട്ട് നമുക്ക് അനുഭവപ്പെടും. താങ്ക് യു. നമസ്കാരം. Learning നമ്മുടെ യഥാർത്ഥ ജീവിത ലക്ഷ്യം എന്താണ് കൂടി ഓർമ്മിപ്പിച്ചോളം അതിന്റെ ആ ഒരു വാസ്തവികത അനുസരിച്ച് പറഞ്ഞ് സ്വന്തം I feel so much grateful for the story. So ഇനി നമുക്ക് ധ്യാനത്തിലേക്ക് ഫാറോയിലേക്ക് പറഞ്ഞു. അതിന്റെ എങ്ങനെയാണ് ധ്യാനിക്കുന്നത് എല്ലാവരോടും ഒരു പറയാം. വ്യക്തമായിരുന്നു കാണുവാനൊക്കെ എന്റെ ഹൃദയത്തിൽ മികച്ച ആശയത്തിന്റെ ഒരു സ്വാഗതം ആ സമയത്ത് മത്സ്യത്തിൻ്റെ വരികയാണ് സ്വയം ഓർമ്മിപ്പിക്കുക. ഞാൻ ഒരു വാശത്തിന്റെ സ്വാഗതമാണ്. നമ്മുടെ വിശ്വഭാവം സാക്ഷിഭാവം അതിനുശേഷം സാറിലേക്ക് പ്രാർത്ഥിക്കുന്നു. അതോളം എല്ലാവരിലും സ്നേഹവും ഭക്തിയും വിശ്വാസവും സാഹോദര്യം സ്വന്തം അപ്പോൾ നമുക്ക് 9 മണി വരെ ധ്യാനിക്കാം സത്സംഗം. അതിനുശേഷം 9 മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. അപ്പോൾ നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യാണ്. താങ്ക് യു. നമസ്കാരം.